ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളോട് ഡിവൈൻ പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ്. ഓക്കെ, അതായത് നിങ്ങളുടെ ഒരു ഡിവൈൻ ടൈം ആവുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയേണ്ട ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഇനിയിപ്പോൾ ഡിസംബർ കഴിയാറായി, നവംബർ കഴിയാറായി, ആൻഡ് ഡിസംബർ ഇനി ലാസ്റ്റ് മന്ത് ഓഫ് 2024 അല്ലേ. സോ എന്തെങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഡിവൈൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു മെസ്സേജ് അത് നിങ്ങൾക്ക് കേൾക്കാൻ ഒരു സമയമാവുമ്പോൾ മാത്രം കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അങ്ങനെ വരുന്ന ഒരു മെസ്സേജ് ആയിരിക്കാം. ആൻഡ് വൺ മോർ തിങ് ഞാൻ ആക്ച്വലി അനൗൺസ് ചെയ്തേക്കാം. ഞാൻ പേഴ്സണൽ റീഡിങ്സ് എടുത്തു തുടങ്ങുന്നുണ്ട്. ഓക്കെ, ബുക്കിങ്സ് എടുക്കാൻ തുടങ്ങി. സോ വേണ്ടവർക്ക് ഞാൻ നമ്പർ ആക്ച്വലി ഇനി ഇത് കൊടുക്കാൻ തുടങ്ങണം അല്ലേ. ഓക്കെ, ഇവിടെ നമ്പർ ഞാൻ അതിനു വേണ്ടി ഒന്ന് മാറ്റി വെക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. ഒരു ദിവസം കൂടെ ടൈം തരൂ. ഞാൻ നാളേക്ക് ഫോൺ നമ്പർ ഞാനിവിടെ വീഡിയോയിൽ കൊടുക്കാം. ഓക്കെ, നാളത്തെ വീഡിയോയിലേക്ക് ഞാൻ കൊടുക്കാൻ ശ്രമിക്കാം. നോക്കട്ടെ, എനിക്കതൊന്ന് പേഴ്സണലും എൻ്റെ ഇതും നമുക്കൊന്ന് മാറ്റി വെക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരു നമ്പർ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് ഞാൻ പറയാം. ഓക്കെ, ഏതിലേക്കാണ് വേണ്ടതെന്ന് പറയാം. സോ അങ്ങനെ ഒരു കാര്യം. ആൻഡ് ഞാൻ സെൽഫ് ലവ് ബാച്ച് കൂടി തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. സെൽഫ് ലവ് ബാച്ച് ഞാൻ ഡിസംബർ 6th ആണ് എൻ്റെ മനസ്സിൽ. കാരണം ഞാൻ കണക്കാക്കി നോക്കിയപ്പോൾ ക്രിസ്മസ് ആ ഒരു സമയമാകുമ്പോഴേക്കും അത് എൻഡ് ആവും. ഓക്കെ, ജനുവരി 1st നമുക്ക് ഓക്കെ എന്തെങ്കിലും കണ്ടിന്യൂ ആവും. ചിലപ്പോൾ അങ്ങനെ ആവാറുണ്ട്. കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിലേ വരും. 21 എന്ന് പറഞ്ഞാൽ എക്സാക്ട് 21 തീരില്ല. സ്റ്റാർട്ട് ചെയ്യാനും 1-2 ദിവസം നമ്മൾ ആദ്യമൊക്കെ പരിചയപ്പെടലും കാര്യങ്ങളുമായിട്ട് പോകും. പിന്നെ ലാസ്റ്റും നമ്മൾ എന്തായാലും ഒരു 20-25 ഡേയ്സ് എന്ന് പിടിച്ചോളൂ. ഓക്കെ, അപ്പോൾ 6th ഞാൻ നോക്കിയപ്പോൾ കറക്റ്റാണ്, ഒരു ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ സാറ്റർഡേ ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെട്ട് തുടങ്ങി ആ ഒരു ഫ്ലോയിലേക്ക് വരാൻ തുടങ്ങാം. ഓക്കെ, സോ സെൽഫ് ലവ് ബാച്ചിൽ എന്താ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ 21 ദിവസം നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് തരും. ഓക്കെ, അത് നമ്മൾ സെൽഫ് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് രണ്ടുമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മൾ ദൈവത്തിനെ നന്ദി പറയുക, ദൈവത്തിലേക്ക് അടുക്കുക, യൂണിവേഴ്സിലേക്ക് അടുക്കുക, ആൻഡ് ഒരു ഭാഗം നമ്മൾ അവനവനിലേക്ക് അടുക്കുക. ഇത് രണ്ടുമാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, സെൽഫ് ലവ് ഗ്രാറ്റിറ്റ്യൂഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് കിട്ടിയത്. എന്നിട്ട് നമ്മൾ ദൈവത്തിലേക്ക് എടുക്കുക, നമ്മൾ അവനവനിലേക്ക് നോക്കാം. മീൻസ് രണ്ടും നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇത് ചെയ്താൽ തന്നെ നമ്മുടെ ലൈഫിൽ പല കാര്യം എല്ലാം സോൾവ് ആവുമെന്ന് ഞാൻ ഇതൊന്നും പറയുന്നില്ല, വലിയ വീരവാദമല്ല. ഓക്കെ, ബട്ട് മാറ്റാൻ തുടങ്ങാം. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും, നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യും, എനിക്ക് ഉറപ്പാണ്. ഓക്കെ, എൻ്റെ ഇത്രയും 2-3 ബാച്ച് കഴിഞ്ഞു. ഈ ഇടയിൽ ഞാൻ കുറേ ഗ്യാപ്പായി ആക്ച്വലി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. 3 ബാച്ച് കഴിഞ്ഞാലും അതിൽ മെജോറിറ്റി ആൾക്കാർക്കും ഓക്കെ എല്ലാവരും ഇപ്പോൾ എന്താ പറയുക വളരെ ലക്ക് നമ്മൾ എന്താ പറയുക ലോട്ടറി എടുത്ത് വിൻ ചെയ്തോ അങ്ങനത്തെ ഇതൊന്നുമല്ല. ബട്ട് എല്ലാവരെയും ലൈഫിൽ അവനവൻ്റെ ഉള്ളിൽ ചേഞ്ചസ് അവർക്ക് വരുന്നുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, അതിൻ്റെ ടെസ്റ്റിമോണിയലും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതൊന്നും പബ്ലിക് ആക്കാറില്ല ഒരിക്കലും. ഓക്കെ, ഞാൻ അങ്ങനെ പറയാറില്ല. എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർ താഴെ കമൻറ്റ് ചെയ്താൽ എനിക്ക് സന്തോഷം, ഇല്ലെങ്കിലും ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. ഒരു വിശ്വാസത്തോടെ നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ചെയ്യാം, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. സോ ആൻഡ് അതുകൊണ്ട് പക്ഷേ റീഡിങ്സ് എടുക്കൽ എത്രത്തോളം നടക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ട്രൈ ചെയ്യാം കുറച്ചൊക്കെ. ഓക്കെ, കുറച്ചായിട്ട് ചെയ്യാം നമുക്ക്. കാരണം ടൈം ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ്. ഇവിടെ ഞാൻ US നിങ്ങൾ നാട്ടിലും ആയതുകൊണ്ട് ടൈമിൻ്റെ ഒരു വ്യത്യാസം കൂടെ വരും. ഓക്കെ, ബട്ട് എനിവേ 21 days ക്ലാസ് ആയിരിക്കും സെൽഫ് ലവ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ്. നമ്മൾ ഡെയിലി മീറ്റ് ചെയ്യും, ഈവനിങ് കുറച്ച് നേരം മീറ്റ് ചെയ്യും. ഓക്കെ, കുറച്ച് നേരം സംസാരിക്കാൻ നിങ്ങൾക്ക് ഡെയിലി ഒരു ആക്ടിവിറ്റി തരും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ലൈഫിനെ ഒരു റൊട്ടീനാക്കി കൊണ്ടുവരാൻ ഞാൻ ഹെൽപ്പ് ചെയ്യും. എന്നെ കൊണ്ടാവുന്നത്ര എല്ലാം എനിക്കറിയുന്നത് എനിക്ക് ദൈവം എൻ്റെ എന്താ പറയുക അവിടുന്ന് എന്ത് തരുന്നോ അത് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ, സോ അങ്ങനെ വിചാരിച്ചാൽ മതി. താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം, ചേഞ്ചസ് കൊണ്ടുവരണം, ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് വരണം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ തുടങ്ങണം എന്നുള്ളവർ വരാം, ജോയിൻ ചെയ്യാം. സന്തോഷം. ഓക്കെ, ചെറിയ ഫീസ് ഉണ്ട്. ഓക്കെ, ഞാൻ പറയുന്നു കാരണം ഞാൻ അത്രയും സമയവും ഇതും അതിന് വേണ്ടി ഇടുന്നുണ്ട്. നിങ്ങളും അത് ആ ഡെഡിക്കേഷനോടെ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ്. സോ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ ഡിസംബർ 6th ആണ് ഞാൻ വിചാരിക്കുന്നത്. സോ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം. രണ്ടിനും ഞാൻ നമ്പർ ആക്ച്വലി തരാം. എനിക്കൊരു 1 day ടൈം തരാം. ഓക്കെ, ഞാൻ നാളത്തെ വീഡിയോയിൽ ഞാൻ നമ്പർ വെച്ച് ഞാനിവിടെ വീഡിയോയിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഡിവൈൻ
ഓക്കെ, ഞാൻ തന്നെ ആക്ച്വലി എനിക്ക് വേണോ വേണ്ടേ എന്ന് ആലോചിച്ച് കുറേ എനിവേ ഇന്ന് പെട്ടെന്ന് അങ്ങോട്ട് അനൗൺസ് ചെയ്തു. ഓക്കെ, ലെറ്റ്സ് ഗോ, തുടങ്ങാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് റീഡിംഗ് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഉള്ള മെസ്സേജ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എന്താണ് ഇപ്പോൾ എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. 9 of Wands ഉണ്ട് ഇവിടെ, സൺ കാർഡ്, ഡെത്ത്, നൈറ്റ് ഓഫ് കപ്സ്, Four of Pentacles, Wheel of Fortune, High Priestess, Eight of Swords, Queen of Cups, and King of Pentacles. Wow, nice. ഇവിടെ ബോട്ടം ഡബിൾ കാർഡാണ്, 8 of Wands ആണ്. ഓക്കെ, ബോട്ടം എനർജി ഓക്കെ, ബോട്ടം എനർജി എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഡെവിൾ കാർഡ് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് ആക്ച്വലി ഈ 2 കാർഡും പ്ലസ് ഡെവിളും ഓക്കെ, മൂന്നും ഓൾമോസ്റ്റ് സിമിലർ എനർജീസ് ആണ്. ഓക്കെ, നമ്മൾ കാരണം ടാരോ നിങ്ങൾ പഠിക്കുന്ന പോലെയല്ലല്ലോ. ഓക്കെ, അപ്പം നമ്മൾ ഓവറോൾ നമ്മൾ പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ബ്ലോക്കേജസ്, അതായത് നിങ്ങളുടെ മനസ്സിലെ പേടികൾ, നിങ്ങളുടെ ഫിയേഴ്സ്, നിങ്ങളെ ഈ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വയം നിങ്ങൾ ചെയ്യുന്ന ബ്ലോക്കേജസ് ആണ്. ഓക്കെ, അതായത് എനിക്ക് സാധിക്കില്ല, എനിക്ക് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ, മറ്റുള്ളവരെന്ത് പറയും, ഞാനത് ഒരുപാട് തവണ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമാണ്, എന്നും ചെയ്യാം ഇനി പുതിയ ആൾക്കാരുണ്ടെങ്കിലോ അല്ലേ. ഓക്കെ, അതായത് നിങ്ങൾക്ക് തോന്നും ദാറ്റ് എനിക്ക് ചെയ്യാൻ സാധിക്കുമോ, എന്തെങ്കിലും നിങ്ങളൊരു ഏറ്റെടുത്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ എനിക്കത് പറ്റുമോ പറ്റില്ലേ, അത് പിന്നെ സക്സസ് ആവുമോ, കാര്യങ്ങൾ നടക്കുമോ, ശരിക്കും നടക്കുമോ, അതോ വലിയ എന്തെങ്കിലും പ്രശ്നം വരുമോ, ആൻഡ് മറ്റുള്ളവരെന്ത് പറയും, എനിക്ക് സക്സസ് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവരെന്നെ കുറ്റപ്പെടുത്തില്ലേ, വീട്ടുകാരെന്നെ പറയില്ലേ, നാട്ടുകാരെന്നെ പറയില്ലേ. ഓക്കെ, അങ്ങനെ പല 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 ചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ. ഓക്കെ, നെഗറ്റീവ് തോട്ട്സ് ആണ് ഇത് ഡബിൾ കാർഡ്. ആൻഡ് അത് മാത്രമല്ല നിങ്ങൾക്ക് തോന്നുന്നത് പുറത്തുള്ള കാര്യങ്ങളാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് എന്നാണ് നിങ്ങളുടെ തോന്നൽ. ഓക്കെ, ബട്ട് എപ്പോഴും എന്തൊരു കാര്യം, ഏതൊരു സാഹചര്യം, ഓക്കെ, നിങ്ങൾ അവനവനെയാണ് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത്. ഇതും നമ്മൾ ഒരു തരം ബൗണ്ടറി വെച്ച് നിൽക്കല എന്ന രീതിക്ക് പറയും. ഓക്കെ, അവനവനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് വെക്കൽ എന്ന് പറയും. ഇതും അതേപോലെയാണ്. 8 of Swords പറയുമ്പോൾ നമ്മൾ പെട്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ബട്ട് നിങ്ങൾക്ക് തോന്നൽ മാത്രമാണ്, പുറത്ത് വരാൻ പറ്റില്ല എന്നുള്ള നിങ്ങളുടെ തോന്നലാണ്. ഇത് ഞാൻ എങ്ങനെ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ട് അല്ലേ, ഒരു കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ പറയും ഓക്കെ ഞാനിത് ചെയ്യാൻ, എനിക്ക് പോവാനുണ്ട്, ഒരു കാര്യത്തിന് ഇറങ്ങാനുണ്ട്, അത് പോയി കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലെ കാര്യം ചെയ്യാൻ സമയമില്ല, അല്ലെങ്കിൽ പുറത്ത് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഓക്കെ വീട്ടിലെ കാര്യം ചെയ്യാം. ലേഡീസ് സ്പെഷ്യലി ഞാൻ ആ രീതിക്ക് പറയാം. അപ്പം ജെൻസ് നിങ്ങൾ എനിക്ക് അങ്ങനെ അത്രയ്ക്ക് പറയാൻ കിട്ടില്ല നിങ്ങളുടെ ഇതിൽ പറയുമ്പോൾ. സോ ലേഡീസിൻ്റെ പറയുമ്പോൾ ഇപ്പം നമ്മൾ വീട്ടിൽ ജോലിയുണ്ട്, ഓക്കെ കുട്ടികളെ നോക്കണം, കുട്ടികളെ അതിൽ ചെയ്യണം, അതിൻ്റെ ഒപ്പം പക്ഷെ ഞാൻ ജോലിക്ക് പോകണം എന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്യുക, ഇത് എല്ലാം കൂടി നടക്കില്ല എന്നൊക്കെ നമ്മളുടെ സ്വയം നമ്മുടെ തോന്നലുകളുണ്ട്. ഓക്കെ, ബട്ട് നമ്മൾ ഒരിക്കൽ ഈ പുറത്ത് നമ്മൾ വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കൈയും, ഞാൻ എപ്പോഴും പറയുന്നതാണ്, സോറി ഇത് റിപ്പീറ്റായിട്ട് നിങ്ങൾ കേൾക്കുന്നവരാണെങ്കിൽ വിട്ടേക്കുക, സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. ഓക്കെ, ഇവിടെ ചുറ്റും സോഡ്സ് ഉണ്ട്, നമ്മുടെ കൈയും കണ്ണും കെട്ടിയിട്ടുണ്ട്. ഓക്കെ, ബട്ട് കാല് ഓപ്പൺ ആണ് എന്നാണ് പറയുക. അപ്പം നിങ്ങൾക്ക് നടക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്ക് പുറത്ത് വരാം. ഇവിടെ ഇടയിൽ ഗ്യാപ്പും ഉണ്ട്, ഈ സോഡ്സ് ഇവിടെ ചുറ്റും ഉണ്ട്, പക്ഷെ പുറത്ത് ചില ഗ്യാപ്പ് ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് പുറത്ത് വരാം എന്നാണ്. ഓക്കെ, അതായത് നിങ്ങൾ ശ്രമിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വഴികൾ കിട്ടും എന്നാണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് പക്ഷെ വേണ്ടത്, നമ്മളുടെ ഉള്ളിലെ ധൈര്യം അല്ലേ, നമ്മളുടെ ഉള്ളിലെ ധൈര്യമാണ് വേണ്ടത്. ഇപ്പം നമ്മൾ വീട്ടിലിപ്പോൾ ഫാമിലി ആരോടെങ്കിലും പറയണം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, ഈ കാര്യത്തിന് ഹെൽപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ ഞാൻ കുട്ടികളെ റെഡിയാക്കാൻ ഹെൽപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് റെഡിയാക്കാൻ മീൻസ് വേറെ എവിടെയെങ്കിലും ഇപ്പോൾ എന്താണ് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങളൊന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ വേറെ ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കണോ, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, അപ്പോൾ നിങ്ങളുടെ വോയിസ് അവിടെ വരണം അല്ലേ, ദാറ്റ് എനിക്ക് സപ്പോർട്ട് വേണം, എനിക്ക് ഇത് ഞാൻ ചെയ്യുന്ന കാര്യം, ഒരു ജോലി ചെയ്താൽ നല്ലതാണ്, അതിൽ നിന്ന് ഏണിങ് വന്നാൽ നല്ലതാണ്, അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കുമാണ്, എനിക്ക് മാത്രമല്ല. ഓക്കെ, അപ്പം നിങ്ങൾ കൂടി എല്ലാവരും കൂടി സഹകരിച്ചാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറയാം. അപ്പം വോയിസസ് നമ്മുടെ, അപ്പം നിങ്ങൾക്കത് പറയാനുള്ള ധൈര്യം വരണം. എന്നിട്ട് എനിക്ക് സപ്പോർട്ട് വേണം, എനിക്ക് ഹെൽപ്പ് വേണം, നിങ്ങൾ കൂടി കുറച്ച് ചെയ്യണം എന്ന് പറയാനുള്ള ധൈര്യം വേണം. ഓക്കെ, അങ്ങനെ ആ ഒരു ധൈര്യം നിങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുള്ളൂ. നിങ്ങളെ തന്നെ ബ്ലോക്ക് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുള്ളൂ. ഞാൻ ഒരു എക്സാമ്പിളേ ഞാൻ പറഞ്ഞുള്ളൂ, ഇതുപോലെ പല കാര്യങ്ങളും ഉണ്ടാവാം. നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങളെ തടയുന്നത് എന്ന് ആലോചിക്കുക. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് എപ്പോഴും എന്ന് വിചാരിക്കാം. ഓക്കെ, അത് നിങ്ങൾ സഹിച്ചു നിൽക്കുന്നുണ്ടോ? ആ സഹിച്ചു നിൽക്കുന്നത് എപ്പോഴും ഉണ്ടല്ലോ, അത് നിങ്ങൾ സ്വയം നിൽക്കുന്നതാണ്. നിങ്ങൾ പറയാം അവരെന്നെ അടിച്ചാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താലോ, അവരെന്നെ എന്തെങ്കിലും
അപ്പോഴും നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലുണ്ട്. ആ റിയാക്ട് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല, അതാണ് പ്രശ്നം. ഓക്കെ, സോ നിങ്ങൾ അവനവനെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ്. നെഗറ്റീവ്, നിങ്ങളുടെ മൈൻഡിൽ നെഗറ്റീവ് ചിന്തകളും. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് തോന്നുന്നത് മറ്റുള്ളവരാണ് എന്നെ ബ്ലോക്ക് ചെയ്യുന്നതെന്നാണ്. ഒരിക്കലും അങ്ങനെ. ചിലവർക്ക് ഉണ്ടാവും കേട്ടോ, നമ്മൾ കണ്ണ് തട്ടൽ അല്ലെങ്കിൽ വല്ലവരും വേണം വെച്ച് നിങ്ങൾ ഇതാക്കുക. പക്ഷെ അപ്പോഴും അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ആരെങ്കിലും നിങ്ങൾ വേണം വെച്ച് എന്തെങ്കിലും ചെയ്യുന്നു എന്ന് വിചാരിക്കുക, അവിടെ എന്തുകൊണ്ട് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നില്ല, അല്ലേ? അപ്പോൾ ആ റിയാക്ഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരാത്തതുകൊണ്ടാണ് പ്രശ്നം. നിങ്ങൾ അവരെ ഒന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് വേണ്ട ആക്ഷൻ നിങ്ങൾ എടുക്കാൻ നിങ്ങളാണ് പേടിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നു എന്നറിഞ്ഞാൽ അവിടെ എന്തിനു നിങ്ങൾ നിൽക്കുന്നു? എന്തിനാ അത്? നിങ്ങൾ പറയും സാഹചര്യം കൊണ്ടാണ്, ഞാൻ വേറെ എവിടെ പോകാൻ, വേറെ എന്ത് ചെയ്യാൻ. എല്ലാത്തിനും വഴികളുണ്ട്, എല്ലാത്തിനും എന്തെങ്കിലും വഴികൾ കിട്ടും. കോംപ്രമൈസ് ഇല്ലാതെ നടക്കില്ല. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു, അതായത് അവനവന് വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ വീട്ടിൽ അബ്യൂസ് സഹിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ കാര്യത്തിൽ നിങ്ങൾ വിട്ടുപോകാൻ പേടിക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് വേറെ ആരും ഉണ്ടാവില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും. ദൈവം എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഉണ്ട് മേലെ, ഏറ്റവും മേലെ. ഓക്കെ, അപ്പം നിങ്ങൾ ഈ അനുഭവിച്ച് നിൽക്കുന്നതിൽ നിന്ന് പുറത്തു വരാൻ ദൈവം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു തരുമെന്ന് നിങ്ങൾക്ക് ട്രസ്റ്റ് ഇല്ല, അവിടെയാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ദൈവം ഉണ്ടാവും, ഞാൻ ചെയ്യാം എന്ന് നിങ്ങൾ ആലോചിക്കാൻ കുറച്ച് കോംപ്രമൈസ് വേണ്ടി വരും. ചിലപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന പോലെ ഒരു നല്ല സൗകര്യത്തിലായി ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഡിഫറൻസുകൾ വരും, അല്ലേ? നമ്മൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വ്യത്യാസം വരും, കുഴപ്പമില്ല, ഞാനത് അഡ്ജസ്റ്റ് ചെയ്യാം, സാരില്ലേ, സഹിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ തയ്യാറായാൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിൽക്കും. ഓക്കെ, ഇവിടെ എൻ്റെ ഇവിടെ സണ്ണും വീൽ ഓഫ് ഫോർച്യൂണും ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. സോ മേ ബി ഇന്ന് നിങ്ങൾ കേൾക്കേണ്ട ഈ ഒരു ഞാൻ പറയുമ്പോൾ എനിക്കെന്താണെന്നറിയില്ല, എനിക്ക് വല്ലാതെ ഹാർട്ട് ഇങ്ങനെ ഇതാവുന്നുണ്ട്. ഐ ഡോണ്ട് നോ. നിങ്ങൾക്ക് കേൾക്കാനുള്ള ഞാൻ പറഞ്ഞില്ലേ മെസ്സേജ്, ഇന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ സമയമായി എന്നുള്ളതാവാം. ഓക്കെ, മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സമയമായി, നിങ്ങൾ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെക്കൂ എന്നൊരു രീതിയിൽ എടുക്കാം. സണ്ണുണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. നിങ്ങൾക്ക് നല്ലത് വരുന്നു, നല്ല സമയങ്ങൾ വരുന്നു, ഹാപ്പിനെസ് വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ബട്ട് അതിന് വേണ്ടി ചില കാര്യങ്ങൾ നിങ്ങൾ എൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഡെത്ത് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമാണ്, നിങ്ങളുടെ ലൈഫിനെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എൻഡ് ചെയ്യുക എന്ന രീതിക്ക് നമ്മൾ പറയാം. ചിലത് എൻഡ് ചെയ്താലേ പുതിയ തുടക്കങ്ങൾ ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പോൾ ആ എൻഡിങ് നിങ്ങൾ കൊണ്ടുവരാൻ സമയമായി എന്നുള്ളതായിരിക്കാം. ബട്ട് നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചറാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതിനെ തടസ്സപ്പെടുത്തി നിൽക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ മൈൻഡും നിങ്ങളുടെ തോട്ട്സും നിങ്ങളുടെ സ്വയം ലിമിറ്റേഷൻസ് എന്ന് പറയും. ഓക്കെ, നിങ്ങൾ അവനവനെ ലിമിറ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് പോരാ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേടി, എനിക്ക് കഴിവ് പോരാ, എനിക്ക് പറ്റുമോ, എന്നെ കൊണ്ട് സാധിക്കുമോ. സോ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? ശ്രമിച്ചിട്ട് തോറ്റാ പോട്ടെ, വിരോധമില്ല. ശ്രമിച്ചില്ലേ, അതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്കൊരു പഠിക്കാനൊരു ലെസൺ കിട്ടില്ലേ? സോ അങ്ങനെ എന്തിനും നിങ്ങൾ തയ്യാറായിട്ട് നിങ്ങൾ അവനവൻ്റെ ആ ബ്ലോക്കേജിൽ നിന്ന് പുറത്തു വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ചില കാര്യങ്ങളിൽ എവിടേക്കോ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്ന പോലെ എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, ഓക്കെ, നിങ്ങളുടെ സ്പിരിച്വൽ നോളജ് എല്ലാം നിങ്ങൾ കൂടി വരുന്നൊരു സമയം. ആക്ച്വലി ഇപ്പോൾ കൂടാൻ തുടങ്ങിയിട്ടുണ്ടാവും ഓൾറെഡി. നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്പിരിച്വൽ എന്താ പറയുക അവേക്കനിങ് നിങ്ങളുടെ ഉണ്ടാവാം. ഓക്കെ, നിങ്ങൾ സ്പിരിച്വലി കുറെ കൂടി ഇവോൾവ് ആവുന്നുണ്ടാവാം. യൂണിവേഴ്സിലേക്ക് വിശ്വാസം വരുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ യൂണിവേഴ്സിറ്റി മെസ്സേജസ് നിങ്ങൾക്ക് എത്തിക്കുന്നത്. ഓക്കെ, പ്രാർത്ഥനാ കാര്യങ്ങൾ അങ്ങനത്തെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൂടുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൂടുന്നുണ്ടാവും. അതായത് നിങ്ങൾക്ക് അറിയാം, യെസ് ഞാൻ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ശരിയല്ല, ഇന്നതാണ് നല്ലത് എന്നൊക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളോട് പറയും. ചില ക്ലാരിറ്റി വരുന്നതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങുന്നതായിട്ട്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ വേറെ ഓപ്പർച്യൂണിറ്റീസ് വരും. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ് അതിപ്പോൾ ജോലിയുടെ കാര്യത്തിലാവാം, റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നല്ലൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം. നിങ്ങൾക്ക് ഓഫറുമായിട്ട് ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാം. അല്ലെങ്കിൽ ജോലി, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ അങ്ങനത്തെ ഒരു ഓഫർ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ക്വീൻ ഓഫ് കപ്സും ഉണ്ട്. സോ ഒന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും എന്ന രീതിക്ക് ഞാൻ പറയാം. മേ ബി നിങ്ങളുടെ പാരൻസ് ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും മേ ബി എവിടെയോ എൻ്റെ മനസ്സിലൊരു ഇത് വന്നത് മരിച്ചു പോയ ആരെങ്കിലും, ലൈക്ക് മേ ബി നിങ്ങളുടെ അമ്മയോ ലൈക്ക് ഗ്രാൻഡ് പാരൻസോ ആരെങ്കിലും എന്തോ എൻ്റെ മനസ്സിൽ അങ്ങനെ കൂടി തോന്നിയിട്ടോ അവരെയൊക്കെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്തു. സോ ഐ ഡോണ്ട് നോ, ഒരു മെസ്സേജ് എന്നെ കൊണ്ട് ദൈവം പറയിപ്പിക്കുന്നതാണ്, എനിക്കറിയില്ല. ഓക്കെ, അങ്ങനെ വല്ലതും ഒക്കെ ആയിരിക്കും. ആരെങ്കിലും പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾക്ക്, അങ്ങനെ ഒരു കെയറിങ് നിങ്ങൾക്കുണ്ട് എന്നായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇപ്പം തന്നെ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഓക്കെ, സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട ഒരിക്കലും. ഓക്കെ, നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട. നിങ്ങൾ അവനവനെ റെസ്ട്രിക്ട് ചെയ്ത് നിൽക്കരുത്. ഓക്കെ, ഇതിങ്ങനെ നമ്മളെല്ലാം അടക്കി വെച്ചിരിക്കുന്ന പോലെയാണ്. മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ തുറന്ന് പറയാം. ഓക്കെ, മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വേണ്ടി പ്രവർത്തിക്കുക. ഓക്കെ, അതുപോലെ നിങ്ങൾ മേ ബി ആക്ച്വലി ഇതിനെ എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നത് എന്താ അറിയോ, നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ. അതായത് ഞാനത് മുമ്പൊരിക്കും പറഞ്ഞിരുന്നു, നിങ്ങളൊരു ടോക്സിക് സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിൽ പോലും അതിൽ നിന്ന് വിട്ടുമാറാൻ നമ്മൾ മടിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ശീലമായിപ്പോയി.
ഓക്കെ, ആ ടോക്സിക് അനുഭവിച്ച് നമ്മൾ ശീലമായി പോകും. അപ്പോൾ അത് വിട്ടുപോയാലും നമുക്ക് വേറെ ഒരു സ്റ്റാർട്ട്, വേറെ ഒരു ലൈഫ് എന്തായിരിക്കും എന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ആ ഒരു പേടി. സോ അങ്ങനെയും നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു സോൺ നിങ്ങളുടെ അത് വേദനയുള്ളതാണെങ്കിൽ പോലും നിങ്ങൾ അനുഭവിച്ച് ചിലപ്പോൾ അത് ശീലമായി കാണും. ഓക്കെ, അപ്പോൾ ആ ശീലത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക. എനിവേ ഞാൻ അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കണ്ട. ഓക്കെ, മനസ്സിൽ നിങ്ങളുള്ള കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കണ്ട. ആൻഡ് എന്താ പറയുക, ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട അവനവനെ. ഓക്കെ, അതാണ് മെയിനായിട്ട് എനിക്ക് ഇവിടെ തോന്നുന്നത്. നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്യരുത്. ഓക്കെ, നിങ്ങളുടെ ആക്ച്വലി ഇവിടെ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ അബണ്ടൻസ് കാണുന്നുണ്ട്, കരിയർ ഗ്രോത്ത് കാണുന്നുണ്ട്. ചിലവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇത് ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് വരുന്ന കാര്യമായിരിക്കും. ആൻഡ് ഇതൊരു ഫൈനാൻഷ്യൽ കാര്യം കാണുന്നുണ്ട്. 2 കാര്യമുണ്ട് ഇവിടെ. നിങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് രണ്ടും ഇവിടെ നിങ്ങൾക്ക് വരും. ആൻഡ് യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ മെയിനായിട്ട് ഈ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരണം ലൈഫിൽ. ഓക്കെ, ആൻഡ് നെഗറ്റീവ് തോട്ട്സ് നിർത്താം. ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ എന്താവും, അങ്ങനെ ഇങ്ങനെ മറ്റുള്ള കുറേ നെഗറ്റീവ് തോട്ട്സ് നിന്ന് നിങ്ങൾ പുറത്തു വരാനുണ്ട്. എൻ്റെ ഇവിടെ വളരെ ഫാസ്റ്റ് മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. ലൈഫിൽ നിങ്ങൾക്ക് മൂവ്മെൻറ്റ് നിങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, നിങ്ങൾ തന്നെ ചെയ്യുക കാര്യങ്ങൾ. എംപറർ ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്, എല്ലാം ആക്ച്വലി വളരെ നല്ല കാർഡ്സാണ് ഇവിടെ എല്ലാം. ചിലവർക്ക് മാരേജ് അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്. ബട്ട് എല്ലാത്തിനും നിങ്ങളുടെ മൈൻഡിൻ്റെ ബ്ലോക്കേജസ് നിന്ന് നിങ്ങളൊന്ന് പുറത്ത് വരണം. അതാണ് ഇവിടുത്തെ മെയിൻ മെസ്സേജ് എന്ന് എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് ക്ലാരിറ്റി യൂണിവേഴ്സ് തരും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ സന്തോഷങ്ങൾ യൂണിവേഴ്സ് കൊണ്ടുവരും. പക്ഷേ ഇത് ലക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. ലക്ക്, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം, നല്ല ചേഞ്ചസ്. ഓക്കെ, ആ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നല്ല ചേഞ്ചസ് വരിക എന്ന രീതിക്കാണ്. സോ അതെല്ലാം നിങ്ങൾക്ക് നല്ലതാണ് വരാൻ പോകുന്നത്. വരും, തീർച്ചയായിട്ടും വരും. ഞാൻ 100% ഗ്യാരണ്ടി പറയുന്നു, വരും. നിങ്ങൾക്ക് സമാധാനം ഫീൽ ചെയ്യും, സന്തോഷം ഫീൽ ചെയ്യും. നമ്മൾ റിച്ച് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് റിച്ച് ആവണം അങ്ങനത്തെ ഡ്രീംസ് അല്ല ഞാൻ പറയുന്നത്. ബട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടൊരു ലൈഫ് ഓക്കെ നിങ്ങൾക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങൾക്കുള്ള മെസ്സേജ് ഇന്നത്തെ. ഓക്കെ, സെൽഫ് ലവ് ബാച്ചിലേക്ക് ശരിക്കും ഇതൊക്കെ തന്നെയാണ് സെൽഫ് ലവിൽ നമ്മൾ പഠിപ്പിക്കാറ്. ഓക്കെ, ഓക്കെ, ദൈവം സഹായിച്ച് എന്തൊക്കെയാണാവും നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെയാ? ഓ, ലൈറ്റ്, വെരി നൈസ്. സൺ കാർഡായിട്ട് എടുക്കാം അല്ലേ. ഡിസ്റപ്ഷൻ, മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെരിറ്റി. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ മെസ്സേജസിന് എന്താ ഇവിടെ കിട്ടുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ആൻഡ് അലയൻസസ്, സാക്രിഫൈസ് ആൻഡ് ഫൈനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ്. വാവ്, രണ്ടും വന്നു. നിങ്ങൾ മെൻ്റൽ കോൺഫ്ലിക്ട്സ് എന്ന് പുറത്ത് വരാം. ഓക്കെ, അതായത് നിങ്ങളുടെ മനസ്സിൽ ഉള്ള കൺഫ്യൂഷൻസ് അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരിക. ആൻഡ് ഷാഡോ സൈഡ് ഐ തിങ്ക് ഞാൻ കുറേ ദിവസം മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ലൈക്ക് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണ് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നത്? ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എന്താണ് പേടികൾ, എന്താണ് നിങ്ങളുടെ മൈൻഡിലെ ലിമിറ്റിംഗ് തോട്ട്സ് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഹീൽ ചെയ്യുക എന്ന രീതിയിലാണ്. ഓക്കെ, എൻ്റെ ഇവിടെ ഇത് സണ്ണായിട്ട് എടുക്കാം നമുക്ക്. ലൈറ്റ്, ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷം വരാൻ ഇത് എവിടേക്കോ നിങ്ങൾ ഷൈൻ ചെയ്യുന്നതായിട്ട് പറയാം. നിങ്ങളൊരു സ്റ്റാർ ലെവലിലേക്ക് വരുന്നതായിട്ട് ചിലവർക്കൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതുപോലെ ലൈക്ക് സംഭവിക്കാം. ലൈക്ക് റെക്കഗ്നൈസ് ചെയ്യപ്പെടാം. നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റാർ എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ഓക്കെ, ഡിസ്റപ്ഷൻ. ഓക്കെ, നിങ്ങൾ ആക്ച്വലി വളരെ ബ്രോക്കൺ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. ബട്ട് അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നാണ്. അതിനുള്ളത് വരുന്നുണ്ട്. മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെരിറ്റി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ, ഈവൻ സ്പിരിച്വൽ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് അഗെയിൻ സെയിം തിങ് ഇവിടെ വീണ്ടും ഉണ്ട്. ഫൈനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് ജോലിയിൽ നല്ലൊരു പ്രൊമോഷൻ കാര്യങ്ങൾ അങ്ങനത്തെ കിട്ടും. റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ ബെറ്റർ ആവും. ഈവൻ നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നവർ, അതായത് നിങ്ങൾ കുറേയൊക്കെ യൂണിവേഴ്സിലേക്ക് അടുക്കുമ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുണ്ട്. ആൻഡ് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്, അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഓക്കെ, അതിനു വേണ്ടി നിങ്ങൾ സ്റ്റാൻഡ് എടുക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഉറച്ചു നിൽക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അതിന് പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ്. ചിലവർക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് റിലേഷൻഷിപ്സിൻ്റെ കാര്യം പറയാം. ഓക്കെ, നിങ്ങൾക്ക് ലൈക്ക് ലൈഫിൽ പാർട്ട്ണറായിട്ട് ആരെങ്കിലും തീർച്ചയായിട്ടും. ഇത് കിങ് ഓഫ് പെന്റിക്കിൾസ് നമുക്ക് മാരേജ് കാർഡ് കൂടിയാണ്. സോ മേ ബി ചിലവർക്ക് മാരേജ് എന്ന രീതിക്കും പറയാം. നിങ്ങൾക്കത് വരും. ഓക്കെ, ബട്ട് അതിനാദ്യം നിങ്ങൾ ഹീലാവണം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ബ്ലോക്കേജസ് എന്ന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴും നല്ലൊരു ബന്ധം നിങ്ങളിലേക്ക് വരാൻ, ഓക്കെ, നിങ്ങൾ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതായത് നിങ്ങൾ ഞാൻ ഡിസേർവിങ് ആണ്, എനിക്ക്
എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, എന്നെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തി, എന്നെ ഒരു വാല്യൂ തരുന്ന ഒരു വ്യക്തി, അങ്ങനത്തെ ഒരാളെ ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും. അങ്ങനെ ആ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരാനാണ് പ്രശ്നം. കാരണം നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ അർഹിക്കുന്നില്ല എന്നാണ്. അവിടെയാണ് പ്രശ്നം. എൻ്റെ ഇവിടെ സാക്രിഫൈസ്, നിങ്ങൾ അവനവനെ സാക്രിഫൈസ് ചെയ്യേണ്ട ഒരുപാടൊന്നും. ഓക്കെ, നിങ്ങൾ ഒരുപാട് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടാവും അവനവനെ. ബട്ട് നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് ഇനി നിങ്ങൾ അവനവന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാനുള്ള ടൈമായി എന്നാണ്. ഓക്കെ, മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് മതി, ഇനി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കൂ എന്നാണ്. ഓക്കെ, സോ നമ്പേഴ്സ് വേണമെങ്കിൽ പറയാമെന്ന്. ഓക്കെ, ഇവിടെ 19, 16, 6, 7, 3, 12, 5. ഓക്കെ, സോ 10 ആവാം, 1 ആവാം, 7 ആവാം, അഗെയിൻ 7, 3 ആവാം. ഓക്കെ, 3 ഉണ്ട് ഇവിടെ ഓൾറെഡി. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് നമ്പേഴ്സ്. ഇതൊക്കെ ഡേറ്റ്സോ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ, അല്ലെങ്കിൽ ഈ ഡേറ്റ്സിലോ ഇത്ര ദിവസത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാം, അങ്ങനെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. ആൻഡ് സെൽഫ് ലവ് ക്ലാസ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങളിൽ ചേഞ്ചസ് വരുത്താനുണ്ട്. ഓക്കെ, വെറുതെ ഒരു റീഡിങ് എടുത്തിട്ട് പോയി ഓക്കെ എന്താവും എന്ന് ചോദിച്ചിട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, എങ്ങനെ നമ്മളതിനെ മാറ്റിയെടുക്കാം എന്നുകൂടി നമ്മൾ അറിയണ്ടേ. ഞാൻ എന്നെ കൊണ്ടാവുന്നൊക്കെ പറയാറുണ്ട്. ബട്ട് എന്നാലും ആ ഒരു ക്ലാസ് ആയിട്ട് പോകുമ്പോൾ കുറച്ച് ദിവസം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഒരു ഗൈഡൻസ് കിട്ടും അവിടെ. സോ അങ്ങനെ ശ്രമിക്കാം. എനിവേ, എല്ലാ താല്പര്യമുള്ളവർക്ക് കൊണ്ടുപോയി ഞാൻ നാളെ നമ്പർ തരാം. ഓക്കെ, താങ്ക് യു, നന്ദി, നമസ്കാരം എല്ലാവർക്കും.